ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ സാറേ എന്ന് വിളിക്കരുതെന്ന്. ചേട്ടൻ്റെ ആ കുഞ്ഞെ വിളിക്ക് ഒരു പ്രത്യേക സുഖമുണ്ട്. രാവിലെ സാറേന്ന് വിളിക്കുമ്പം കുഞ്ഞിന് ആ ഒരു പവർ വരട്ടെ എന്ന് കരുതിയാ. ചേട്ടൻ്റെ ഈ കോഫി ഞാൻ എത്ര വർഷമായി കുടിക്കുന്നു. അത് തരുന്ന ഈ പവർ ഈ സാറേ വിളിക്ക് കിട്ടില്ല. വയസ്സ് 10-60 ആകാറായി. ഇനി എത്ര നാൾ? ചേട്ടാ, കിട്ടിയ പവർ കളയാതെ ചെല്ല്. ചുമ്മാ രാവിലെ. ഹലോ. യാ, ഗുഡ് മോർണിംഗ്. ടെൽ മീ സാമി. ഹലോ, ഇടി നീ വിളിച്ചായിരുന്നോ? ചേട്ടൻ മുമ്പേ വിളിച്ചപ്പോൾ അച്ഛന് കാപ്പി കൊടുക്കാൻ പോയതായിരുന്നു. അത് കുഴപ്പമില്ല. എവിടെ മക്കള്? കോളേജിൽ പോയോ? മക്കളോട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി. മക്കൾ റെഡിയായി, ഇപ്പൊ ഇറങ്ങും. അച്ഛനോ? അച്ഛൻ തെണ്ണയ്ക്കിരുന്ന് കാപ്പി കുടിക്കുന്നു. പിന്നെ മോൻ ഈയിടെ എന്തോ ഒരു മാറ്റം, ഒരു അനുസരണയും ഇല്ല. ഇടയ്ക്ക് കാശും ചോദിക്കുന്നുണ്ട്. ഈയിടെയായി ഞാൻ വിളിച്ചാലും ഓൺ ഫോൺ എടുക്കാറില്ലല്ലോ. എല്ലാം പ്രായത്തിൻ്റെ ആയിരിക്കാം. അതൊക്കെ വലുതായി പക്വതയൊക്കെ ആവുമ്പോൾ മാറുമായിരിക്കാം. ആവുമായിരിക്കും. ഇടി, ആ ഇൻഷുറൻസിന്റെ പൈസ അടച്ചായിരുന്നോ? അമ്മ, ഞാൻ ചോദിച്ച പൈസ എവിടെ? എൻ്റെ അധികം പൈസയൊന്നും ഇരിപ്പില്ല. കുറച്ച് പൈസയുള്ളത് അച്ഛൻ്റെ ഇൻഷുറൻസ് പൈസ അടയ്ക്കാനാ. എനിക്കാതൊന്നും അറിയണ്ട. അതെന്താ നിനക്ക് അറിയണ്ടാത്തത്? നിങ്ങളുടെ ഒരു ഇൻഷുറൻസ്, അതുകൊണ്ട് പോലും ഒരു ഗുണമില്ലല്ലോ. അമ്മേ, കരയാതെ. ചേട്ടൻ ഈയിടെ ഒരുപാട് മാറിയിട്ടുണ്ട്. അവന്റെ കൂട്ടുകെട്ട് ശരിയല്ല. ദാ ഇത് കണ്ടോ, അവന്റെ റൂമിൽ നിന്ന് കിട്ടിയതാ. ദൈവമേ, കലികാലമെന്നല്ലാതെ എന്തു പറയാനാ? തലമുറകളെ നശിപ്പിക്കുന്ന ഇവനൊക്കെ നശിച്ചു പോത്തേ ഉള്ളൂ. ചേട്ടാ, എന്തു പറ്റി ചേട്ടാ? ഒന്നുമില്ലെന്നേ. നാട്ടിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരു ജോലി ഉള്ളപ്പോഴേ ഇങ്ങനെ തന്നെ. അപ്പോൾ അത് ഇല്ലാതായാലോ? അതിനിപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്നായാലും സംഭവിക്കേണ്ടതല്ലേ? ചേട്ടാ, വെറുതെ ആവശ്യമില്ലാതെ ആലോചിച്ച് BP കൂട്ടണ്ട. സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. പിന്നെ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്, ചിലപ്പോൾ വരാൻ ലേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഓക്കെ? ചേട്ടാ, ബാബു ചേട്ടാ, എന്തു പറ്റി ചേട്ടാ? ഹോസ്പിറ്റലിൽ വല്ലതും പോകണോ? ഓ വേണ്ട. മനസ്സ് തളരുമ്പം ശരീരവും തളരും. പ്രായമൊക്കെ ആയി വരുമല്ലേ. അതെന്താ ഇപ്പം അങ്ങനെ? എന്നാ ബാബാ ചേട്ടാ, നമുക്ക് ഡിന്നർ കഴിക്കും. ഓ വേണ്ട, ഒരു തളർച്ച, ഒന്ന് കിടക്കണം. ഓക്കെ, എന്നാൽ ചേട്ടൻ കിടന്നോ, കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ് ജോസഫ് സാറേ. ഗുഡ് മോർണിംഗ് നൗഷാദേ. ഇരിക്കേ. സാറേ, ബാബു ചേട്ടൻ വന്നില്ലേ? പാവത്തിൻ്റെ ടെർമിനേഷൻ വന്നു. 1 വർഷത്തേക്ക് എക്സ്റ്റൻഷന് ഞാൻ ഇമെയിൽ വിട്ടതേ ഉള്ളൂ. സാറേ, ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബാബു ചേട്ടൻ പോയി. വിശ്വസിക്കാൻ പറ്റണില്ല. ഇന്നലെ രാത്രി നെഞ്ചുവേദനയുമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. അവിടെ വെച്ചായിരുന്നു. പിന്നെ സാറേ, അവർ വീട്ടിൽ ഇൻഫോം ചെയ്തിട്ടില്ല. നമുക്കറിയിക്കണ്ടേ? വേണം വേണം. സാറേ, ഞാൻ അങ്ങോട്ട്. ഹലോ. ഹലോ. ഹലോ ചേച്ചി. ഹലോ ചേച്ചി, ഇത് ജോസഫ് സാറാ. ഞാൻ ചേച്ചിയല്ല, മിന്നുമോളാ. മിന്നുമോളാണോ? മിന്നുമോളെ മുത്തച്ഛൻ്റെ കയ്യിലൊന്ന് കൊടുക്കണേ. കൊടുക്കാം അങ്കളെ.
മോനെ മോനെ നീ ഈ സമയത്ത് എവിടെ പോവാ? എനിക്ക് പുറത്ത് പോകണം. യോ ജോസഫ് സാർ ഇപ്പൊ വിളിക്കും ഓടി കൊണ്ടുവരുന്ന കാര്യം പറയാൻ. ഇങ്ങോട്ടൊന്നും കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ മോനെ നീ ഈ പറയുന്നത്? അച്ഛനെ നമുക്ക് അവസാനമായി ഒന്ന് കാണണ്ടേ? ഈ മണ്ണിൽ അടക്കണ്ടേ അച്ഛനെ? തള്ളേ വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ കൊണ്ടുവരും. എനിക്ക് കാണാൻ എന്റെ ചേട്ടനെ. ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം നീ ഈ വീട്ടിൽ നിന്ന്. അന്ന് നിങ്ങളും പൊക്കോ അയാളുടെ കൂടെ. ഹലോ ഹലോ ജോസഫ് സാർ അല്ലേ? അവൻ്റെ ബോഡി ഞങ്ങൾക്ക് വേണ്ട. എൻ്റെ മോനെ നീ പോയല്ലോടാ. ലഹരി മനുഷ്യനെ സ്വന്തം ബന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം മൃഗമാക്കുന്നു. എല്ലാം ഉള്ളിലൊതുക്കി പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നവരെ മറക്കരുതേ എന്ന അപേക്ഷയോടെ ലഹരിക്കടിമപ്പെടാത്ത സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ഭാവിക്കായി പ്രാർത്ഥനയോടെ ടീം യുഗം.